നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് മുതൽ അതിനു മുമ്പ് നിരവധി പ്രസ്താവനകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. വെള്ളാപ്പള്ളി നടേശനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അദ്ദേഹം പ്രസ്താവനകളൊക്കെ നടത്തിയപ്പോൾ അദ്ദേഹത്തെ കേരള തൊഗാഡി എന്ന് വിളിച്ചിട്ടുണ്ട്. അത് പണ്ട് ഒരു മാൻഹോളിലേക്ക് വീണ് പോയിട്ടുള്ള ഒരു അതിഥി തൊഴിലാളിയെ രക്ഷിച്ചിട്ടുള്ള നൗഷാദിന് ഒരു സഹായം ചെയ്യാൻ ഗവൺമെൻറ് നൽകിയതുമായി ബന്ധപ്പെട്ടാണ്. അന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ഒരു മുസ്ലിം ആണെങ്കിൽ മാത്രമേ അത്തരത്തിലുള്ള അപകടങ്ങളിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ നഷ്ടപരിഹാരം കിട്ടൂ എന്നുള്ള വിഖ്യാതമായിട്ടുള്ള കമൻറ്റ് മുതൽ അദ്ദേഹം ചില കമൻറ്റുകളൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹം കുറേ നാളുകളായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും നടത്താതിരിക്കുകയായിരുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അദ്ദേഹം നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ ചെന്ന് വളരെ ഘനഗംഭീരമായിട്ടുള്ളൊരു പ്രസംഗം തട്ടിവിടുന്നതാണ്. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരുന്നത് മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, ഈഴവരൊക്കെ ശ്വാസം മുട്ടുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം അദ്ദേഹം വീണ്ടും നിരവധി തവണ മുസ്ലിം ലീഗിനെ തന്നെ അറ്റാക്ക് ചെയ്യാനും ഒക്കെയുള്ള ഒരു തയ്യാറെടുപ്പുകളും അതുപോലെയുള്ള ചില പ്രസ്താവനകളും ഒക്കെ തന്നെ നടത്തിയിരുന്നു. ചിലതൊക്കെ കൈവിട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വിചാരിച്ചത് ഒരു തെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി കൂടിയാണെന്നാണ് വിചാരിച്ചതെങ്കിൽ ഇപ്പോൾ അതുമാത്രമല്ല, അദ്ദേഹം വളരെ ഉള്ളിൽ തട്ടി പറഞ്ഞതായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ പിന്നിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയാൽ അതൊരു പക്ഷേ BJPക്ക് കൂടി വളരെ സഹായകമാകും ലോങ് ടൈമിലേക്ക് എന്നറിയാവുന്ന ഒരാൾ കൂടി ആയിരിക്കും അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇന്ന് പറഞ്ഞിട്ടുള്ളതിൻ്റെ പിന്നിൽ ഒരു യാഥാർത്ഥ്യം കൂടിയാണ്. അതുകൊണ്ട് അത് പറയാതിരിക്കണം എന്ന് അദ്ദേഹത്തോട് നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് UDF ജയിച്ചാൽ ലീഗ് ഭരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. കൂടാതെ UDF ജയിച്ചാൽ ജനാധിപത്യം മരിക്കുമെന്നും ജനാധിപത്യം ജീവിച്ചിരിക്കണമെങ്കിൽ LDF ജയിക്കണമെന്നും പിണറായി തന്നെ അധികാരത്തിൽ തുടരണം എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കൂടാതെ അദ്ദേഹം പിണറായി വിജയൻ്റെ ഓഫീസ് കുറേ കൂടി കാര്യക്ഷമമായി നടക്കണമെന്നും MV ജയരാജൻ ഇരുന്നിരുന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ P ശശി വിവാദങ്ങൾ ഉണ്ടാക്കുന്ന ആളാണ് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പറയാനുള്ള ലീഗിനെ പറ്റി പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, ലീഗ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എന്തിനാണ് ലീഗിനോട് അഭിപ്രായം ചോദിക്കുന്നത്, ലീഗിൻ്റെ സമ്മതം എന്തിനാണ് എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് തന്നെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമല്ലേ? കാരണം ലീഗാണ് ഭരിക്കാൻ പോകുന്നത് എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള സൂചനയല്ലേ? അല്ലെന്നുണ്ടെങ്കിൽ സ്വന്തമായി മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ കോൺഗ്രസ്സിന് കഴിയില്ലേ എന്നുള്ളതാണ് പ്രിയപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ ചോദിക്കുന്നത്. അപ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് എന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമാണ്. UDF അധികാരത്തിൽ വരികയും അവിടെ മുസ്ലിം ലീഗിന് വലിയ പ്രാമുഖ്യം കിട്ടുകയും ചെയ്താൽ BJP വളരും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ ഏതാണ്ട് അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഇനി ഗവൺമെൻറ് എടുക്കുന്ന ഏതൊരു തീരുമാനത്തിനും ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കാൻ കഴിയാവുന്ന രീതിയിൽ ഉള്ള ലെവലിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് അനർഹമായിട്ടുള്ള എന്തെങ്കിലും മേടിച്ചെടുക്കുമോ അല്ലെങ്കിൽ മുസ്ലിം ലീഗ് അത്തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തുമോ എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണണം. മുസ്ലിം ലീഗ് കുറച്ചുകൂടി പക്വമായി ഇടപെടുന്ന ആളുകളാണ്. കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കാൻ അവർക്ക് നല്ല മിടുക്കുണ്ടെങ്കിലും അവർ യാതൊരു കാരണവശാലും അവർ എതിരഭിപ്രായമോ അല്ലെങ്കിൽ അതിന് വളരെ വിശദമായിട്ടുള്ള വിമർശനങ്ങളോ ഒന്നും വെള്ളാപ്പള്ളിക്കെതിരെ പോലും നടത്താതിരിക്കാൻ അവർ വളരെ ശ്രദ്ധിക്കുന്ന ഒരാളുകളാണ്. അല്ലാതെ SDPI പോലെയോ അല്ലെങ്കിൽ PFI പോലെയോ ഒക്കെ തന്നെ അരമനകളിലേക്ക് ഉടനെ തന്നെ മാർച്ച് നടത്തുകയോ NSSൻ്റെ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുകയോ ഒന്നും ചെയ്യുന്ന ആളുകളല്ല. അപ്പോൾ അതുകൊണ്ട് അവർ കുറച്ചുകൂടി മിതത്വം പാലിക്കുന്ന ആളുകളാണ്. പക്ഷേ എത്ര നാളെങ്ങനെ മിതത്വം പാലിച്ചിരിക്കും എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ പറഞ്ഞതിന് വേണ്ടിയൊരു വാസ്തവം കൂടിയുണ്ട്. മുസ്ലിം ലീഗ് 22-23 സീറ്റുകൾ നേടി അധികാരത്തിലേക്ക് വരും. അപ്പോൾ വലിയൊരു സ്വാധീന ശക്തിയുള്ള ഒരു ഘടകകക്ഷിയായിട്ട് മുസ്ലിം ലീഗ് മാറും. കാരണം കോൺഗ്രസ് എന്ന് പറയുന്ന ഒറ്റ പാർട്ടിയായിട്ട് നമുക്ക് കണക്കൂട്ടാൻ കഴിയില്ല. ആ പാർട്ടിയിൽ തന്നെ 3 വിഭാഗങ്ങളായിട്ട് നിൽക്കുമ്പോൾ മുസ്ലിം ലീഗിനെ കൂടെ പിടിക്കുന്നത് എപ്പോഴും കരുത്തുള്ള ഒരു കാര്യമായിരിക്കും, അല്ലെങ്കിൽ അവർക്കായിരിക്കും കൂടുതൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ VD സതീശനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രസ്താവനകളൊക്കെ ഉണ്ട്. ഭൂമി പരന്നതാണെന്ന് പലരും കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ അത് ഖുറാനിൽ എഴുതി വെച്ചിരുന്നു എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം പറയുന്ന വാചകങ്ങളൊക്കെ തന്നെ ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ സമൂഹത്തിൽ വിഭജനം ഇനി കൂട്ടും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. കാരണം UDF അധികാരത്തിലേക്ക് വരികയും മുസ്ലിം ലീഗിനും ജമാഅത്തെ ഇസ്ലാമിക്കും ഒക്കെ ഒരു ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങളായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക, വലിയ ഷിഫ്റ്റുകളായിരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇത് കൂടാതെ ഇന്ന് ഞാൻ കണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, മീഡിയ വണ്ണിൻ്റെ ഒരു പ്രമോ കൂടി കണ്ടു. അതായത് കൗണ്ടിങ് ഡേയിലേക്ക് വേണ്ടിയിട്ടുള്ളത്. ആ കൗണ്ടിങ് ഡേയിലേക്കുള്ള പ്രമോ എന്ന് പറയുന്നത് അജിംസും അതുപോലെ തന്നെ നിഷാദ് റാവുത്തരും പിന്നെ നമ്മുടെ പ്രമോദ് രാമനും അതുപോലെ തന്നെ ഈ പറയുന്ന ജിമ്മി ജെയിംസും ഒക്കെ കൂടി ഇന്ന് ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ഒരു പ്രമോയാണ്. ഒരു ഡ്രാമ പോലെയുള്ള ഈ പറയുന്ന സ്കിറ്റായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന പ്രമോയാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് എത്തണം, ഈ പറയുന്ന കൗണ്ടിങ് ഡേയിൽ നമുക്ക് എന്താണെങ്കിലും ഫസ്റ്റ് എത്തണം.
അപ്പോൾ അതിനെന്താണ് ഒരു വഴി എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ബോട്ടിറക്കിയാലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് പ്രമോദ് രാമൻ പറയുന്നുണ്ട് അതിനൊക്കെ ഒരുപാട് കാശ് വരും എന്നുള്ളതാണ്. അപ്പോൾ അതിനു മുമ്പ് നിഷാദ് റാവുത്തർ പറയുന്നുണ്ട് വെളുപ്പിന് 3 മണിക്ക് ഒരു 50,000 പേര് നമുക്ക് എന്ത് ചെയ്യണം, ഓൺലൈൻ ലൈവിൽ യൂട്യൂബ് ലൈവിൽ കാണുന്നവരായിട്ട് വേണം. പിന്നെ വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്കും എന്ത് ചെയ്യണം, ഒരു 1 ലക്ഷമോ 2 ലക്ഷമോ 1 ലക്ഷം പേര് വേണം. 8 മണിയാകുമ്പോഴത്തേക്കും ഒരു 2.5 ലക്ഷം പേര് വേണം. അങ്ങനെ നമ്മൾ ഒന്നാമത് എത്തും എന്നുള്ളത് പറയുന്നുണ്ട്. അത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും മൂക്ക് താഴേക്കുള്ളവരും അരിഭക്ഷണം കഴിക്കുന്നവരും ആയതുകൊണ്ട് ഒന്ന് റിപ്പോർട്ടർ ചാനലിലേക്ക് ഉദ്ദേശിച്ചിട്ടാണ് ആ ഡയലോഗ് അടിച്ചേക്കുന്നത്. അപ്പോൾ അത് കളിയാക്കിക്കൊണ്ടാണ് ആ ഡയലോഗ് അടിച്ചേക്കുന്നത്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ അത് നമുക്ക് പറ്റില്ല, ഒരുപാട് കാശിയലവല്ലേ എന്ന് പ്രമോദ് രാമൻ ചോദിക്കുമ്പോൾ അടുത്ത ഡയലോഗ് പറയുന്നുണ്ട്. എങ്കിൽ നിഷാദ് റാവുത്തർ തന്നെയാണ് പറയുന്നത്, എങ്കിൽ നമുക്ക് ഒരു 3-4 പേര് നിന്നിട്ട് ചളി പറയാം എന്നുള്ളതാണ് പറയുന്നത്. അത് ആരെ ഉദ്ദേശിച്ചാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അത് 24 ന്യൂസിനെയൊക്കെ ഉദ്ദേശിച്ചിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇരുന്ന് ആർപ്പോ ഇറോ വിളിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പറയുകയും കോമഡികൾ പറയുകയും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അളിഞ്ഞ കോമഡികൾ പറയുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനൊക്കെ ശേഷം ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാചകം. ഇവർ പറയുന്നത് ഇതൊക്കെ ശരിയാണ്, പക്ഷെ നമ്മൾ എന്തിന്, അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാത്തിനെയും ജിമ്മി എതിർക്കുന്നുണ്ട്. ജിമ്മി ചോദിക്കുന്നുണ്ട്, എന്നാൽ ജിമ്മിയുടെ റോളായിട്ട് കൊടുത്തേക്കണാണ്, ഒരു ക്യാരക്ടറായിട്ട് കൊടുത്തേക്കണാണ്. ജിമ്മി ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം ഇരിക്കുന്നത്, നമുക്ക് ഈ പറയുന്ന പോലെ തട്ടിപ്പ് കാണിക്കണോ, അതോ നമ്മൾ കുറച്ച് കൗണ്ട് കയറ്റി വെക്കണോ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, നമ്മൾ നേരെ നിന്നാൽ പോരെ എന്ന്, എത്ര മോശമാണത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം പ്രമോദ് രാമൻ പറയുന്നുണ്ട് ഇതൊക്കെ കാശ് മുടക്കുള്ള പരിപാടിയാണ്, അതുകൊണ്ട് അത് പറ്റില്ല എന്ന് പറയുമ്പോൾ അജിംസ് പറയുന്നു കാശ് മുടക്കുള്ള പരിപാടിയാണ്, അത് പറ്റില്ല എന്ന് പറയുന്നു. ഉടനെ തന്നെ ജിമ്മി പറയുന്നു നമ്മൾ എന്തിനാണ്, നമുക്ക് നേരെ ചൊവ്വേ കാര്യം കൃത്യമായിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ പോരെ, ആളുകൾ റിസൾട്ട് കേൾക്കാൻ വേണ്ടിയല്ലേ ഇരിക്കുന്നത്, നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് പോയാൽ പോരെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഉടനെ തന്നെ പ്രമോദ് രാമൻ പറയുന്നൊരു വാചകമുണ്ട്. ആ വാചകമാണ് അണ്ടർലൈൻ ചെയ്ത് കേൾക്കേണ്ടത്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട നിശ്ചയിച്ചത് നമ്മളാണ്, അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ആ റിസൾട്ട് കാണാനും ആളുകൾ നമ്മുടെ അടുത്ത് തന്നെ വരും, ഇത്തരത്തിലുള്ള ഗിമ്മിക്കൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് തീരുമാനിക്കുന്നത്. അജണ്ട നിശ്ചയിച്ചതല്ല. ചെറിയൊരു തെറ്റ് പ്രമോദ് രാമനോട് എനിക്ക് പറയാനുള്ളൂ, അതിലൊരു തിരുത്തുണ്ട്. കാരണം UDF വേണ്ടി പ്രൊപ്പഗാണ്ട നയിച്ചത് നിങ്ങളാണ്, അല്ലാതെ അജണ്ട നിശ്ചയിക്കാനുള്ള കെൽപ്പൊന്നും നിങ്ങൾക്ക് ഉണ്ടായില്ല ഈ തെരഞ്ഞെടുപ്പിൽ എന്നുള്ളത് വാസ്തവമാണ്. പിന്നെ ഡീൽ ആരോപണമൊക്കെ കത്തിച്ചത് നിങ്ങളാണ്. ആ അജണ്ട കുറച്ച് നാളത്തേക്ക് നിന്നിരുന്നു, പക്ഷേ അതിനുശേഷം വയനാട് ഫണ്ടും ഇതുമൊക്കെ വന്നപ്പോൾ നിങ്ങൾക്ക് അജണ്ട നിശ്ചയിക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ഈ പറയുന്ന പോലെ പ്രൊപ്പഗാണ്ട നിശ്ചയിച്ചും ചീഫ് സ്ട്രാറ്റജിസ്റ്റായി വർക്ക് ചെയ്തതുമൊക്കെ സി ദാവീദാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഉള്ള ഒരു കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് റിസൾട്ട് കാണാൻ നിങ്ങളിലേക്ക് തന്നെ ആളുകൾ വരുമോ ഇല്ല എന്നുള്ളത് അറിയില്ല. എന്താണെങ്കിലും വന്നാലും എനിക്ക് വിരോധമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ ഇനി കേരളം കാണാനിരിക്കുന്നത് എന്താണ് എന്നുള്ളത് വെള്ളാപ്പള്ളി നടേശൻ്റെ അഭിപ്രായവും അജണ്ട നിശ്ചയിക്കുന്നത് ഞങ്ങളാണെന്നുള്ള മീഡിയ വൻ്റെ അവകാശവാദവും നമുക്ക് കൂട്ടിച്ചേർത്ത് വെച്ചാൽ ഏതാണ്ട് കാര്യങ്ങൾ വ്യക്തമാകും.